ഹായോ, എല്ലാവർക്കും കല്ലൂർ റോക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരിൽ പലർക്കും ചിലപ്പോൾ കുറച്ചു പേർക്കെങ്കിലും അറിയാത്ത ഒരു കാര്യമായിരിക്കും. അത് ചില ഷോർട്സിലും ചില വീഡിയോസിലൊക്കെ നമുക്ക് കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഇത് അറിയില്ലായിരുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസമാണ് ഇത് പഠിച്ചത്. അപ്പൊ ഇത് കുറെ പേര് അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇത് കുറച്ചു പേരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കമന്റ് ബോക്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മള് നേരെ നമ്മുടെ യൂട്യൂബിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ എന്റെ ചാനലിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ കല്ലൂർ റോക്സ് എടുത്തിട്ട് ഇപ്പം ഇതിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാത്ത ഏതെങ്കിലും ഞാൻ ഒരെണ്ണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ കമൻറ്റ് ബോക്സ് എടുത്താൽ നമുക്ക് കമൻറ്റ് ബോക്സ് എടുത്താൽ ഡിസേബിൾ ആയിട്ട് കമന്റ്സ് ആർ ടേൺഡ് ഓഫ് കാണാമോ. അപ്പൊ നമ്മളെങ്ങനെ ഇത് ശരിയാക്കാന്നുള്ളതാണ് നമ്മൾ നോക്കണം കേട്ടോ. നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പിലേക്ക് പോവാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സൈൻ ഇൻ ചെയ്യണം. ഇപ്പം എൻ്റെ ഓൾറെഡി സൈൻ ഇൻ ആയിട്ട് കിടക്കണ ആയതുകൊണ്ട് നമ്മുടെ അത് വന്നതാണ്. അത് നമ്മുടെ സൈൻ ഇൻ ചെയ്ത് നമ്മൾ കയറണം. നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് ഏത് ഇതിലാണോ നമുക്ക് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആവാത്തത് ആ വീഡിയോയിലേക്ക് പോവാം. കണ്ടന്റ് ഷോർട്സിൽ അപ്പോൾ ഇതായിരുന്നു ആ വീഡിയോ. ഇതിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ എഡിറ്റിൻ്റെ ആ ഓപ്ഷനുള്ള ആ ചിഹ്നം നമുക്ക് കാണാം. അതിൽ പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫോൺ ഐഫോണാണ്. ഐഫോൺ ആയതുകൊണ്ട് ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഇതിൽ ഏറ്റവും താഴത്ത് ടാഗ്സ്, ഷോർട്സ്, റിമിക്സിങ്, കാറ്റഗറി ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മോറിൻ്റെ അവിടെ നമ്മൾ റൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം മൂന്നാമത്തെ ആഡ് ടാഗ്, അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ്, പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആൻഡ് കമൻറ്റ്സ് ഓഫായിട്ട് കിടക്കണുണ്ടോ. ഈ കമൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇത് ഓണാക്കുക. ഇത് ഓണാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് നമ്മളിത് ഇവിടെ മുകളിൽ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം സേവ് എന്ന് പറഞ്ഞ് കാണാം. സേവിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അടിയിൽ എഡിറ്റ് സേവ് എന്ന് പറഞ്ഞ് വന്നതാണ്ടോ. ഇത് വന്നാൽ ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. മനസ്സിലായോ. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ഇത് ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എഡിറ്റിൽ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. റൈറ്റ് സൈഡിൽ ടോപ്പിൽ അല്ലെങ്കിൽ അഡ്വാൻസ് സെറ്റിങ്ങോ അല്ലെങ്കിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞു വരും. ആ സെറ്റിങ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ വ്യൂ കമൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം അത് വരും. അപ്പോൾ അത് ഓൺ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഐഫോണിലുള്ള സ്ക്രീൻ കണ്ടങ്ങനെ. മറ്റേത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടോപ്പിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് ഓപ്ഷൻ വരും. സെറ്റിങ്സിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വ്യൂ കമൻറ്റ്സ് നമുക്ക് കമൻസിൻ്റെ ഇതെടുക്കാൻ പറ്റും. അത് ഓൺ ചെയ്താൽ നമ്മളിനി നേരെ ഓൺ ചെയ്തിട്ട് നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോവാം. യൂട്യൂബിലേക്ക് നേരെ നമ്മൾ പോയിട്ട് നമ്മൾ ആ ഷോർട്സിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ആ ഷോർട്സ് ഇതായി. അപ്പം ഇതിലിപ്പോൾ കമൻറ്റ് ബോക്സ് എടുത്താൽ കണ്ട ഇതിലിപ്പോൾ 3 കമൻറ്റുകൾ അതിൽ കിടക്കണമുണ്ട്. കാരണം കമൻറ്റ് ബോക്സ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ സന്തോഷ് കല്ലുകാരൻ സൈനിങ് ഓഫ്.